ബിസിനസ്സിലേക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. 3 ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം. അതല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. അത് ഈ പറയുന്ന യങ്സ്റ്റേഴ്സ് മാത്രമല്ല, പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിലും ആ കേപ്പബിലിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഫാമിലിയോട് ചെയ്യുന്ന ഒരു ദ്രോഹം കൂടിയാണ് ബിസിനസ് ചെയ്യുക എന്ന് പറയുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ 3 കാര്യം. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കൃത്യമായിട്ട് നമ്മളുടെ ഐഡിയാസിനെയും നമ്മളുടെ തോട്ട് പാറ്റേണിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു ബിസിനസ് ഓണറിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്റ്റാണ്. 2, ഫൈനാൻഷ്യൽ സ്കില്ലാണ്. ഓർഗനൈസേഷനെ ആണെങ്കിലും പേഴ്സണൽ ലെവലിലാണെങ്കിലും ഫൈനാൻഷ്യൽസിനെ റിവ്യൂ ചെയ്യാനും ബിസിനസ്സിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്, ദ ലാംഗ്വേജ് ഓഫ് ബിസിനസ് എന്ന് പറയുന്നത് ഫൈനാൻസ് ആണ്. അതിനെ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് അല്ലെങ്കിലും അതിനെ പഠിച്ച് മനസ്സിലാക്കി ആ രീതിക്ക് കമ്പനീനെ ലീഡ് ചെയ്യാനായിട്ട് ഒരു ബിസിനസ് ഓണറിന് പറ്റണം. 3ാമത്തെ കാര്യം ഉറപ്പായിട്ടും സെയിൽസ് സ്കില്ലാണ്. നമുക്ക് വിൽക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, അത് പ്രൊഡക്റ്റോ സർവീസോ മാത്രമല്ല, നമ്മുടെ ഐഡിയാസ് ഉൾപ്പെടെ നമ്മളെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് സെല് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ബിസിനസ് ആ വ്യക്തിക്ക് ചേർന്നിട്ടുള്ള കാര്യമല്ല. ഇത് പഠിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. അപ്പോൾ ഈ 3 ഫാക്ടിനെ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കണം. റീൽസ് കണ്ടിട്ടാണെങ്കിലും ബുക്ക് വായിച്ചിട്ടാണെങ്കിലും MBA പഠിച്ചിട്ടാണെങ്കിലും ഇനി പാരമ്പര്യമായിട്ട് ബിസിനസ് ഉള്ളതാണെങ്കിലും ആര് ബിസിനസ്സിലേക്ക് വരുമ്പോഴും ഈ 3 സ്കില്ല് പഠിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും.